ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കോഴിക്കുണ്ടാകുന്ന കാൽസ്യക്കുറവ് എങ്ങനെ പരിഹരിക്കാം? അത് മുട്ടയ്ക്ക് കട്ടി കുറവ്, എല്ലിൻ്റെ ബലക്കുറവ്, ക്ഷീണം, തളർച്ച, ഇതിനൊക്കെ എല്ലാത്തിനുമുള്ളൊരു പരിഹാരമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ ഇന്ന് കോഴികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു എല്ലിനും അതിൻ്റെ മുട്ടക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മസ്റ്റായിട്ട് നമ്മൾ എല്ലാവരും കൊടുക്കേണ്ടത് തന്നെയാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ കാൽസ്യത്തിനും മറ്റുമൊക്കെ സപ്ലിമെൻ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അല്ലേ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് കണവനാക്കാണ്. കണവനാക്ക്, കൂന്തൽ നാക്ക്, അതുപോലെ സ്കുഡ് എന്നൊക്കെ പറയും. സ്കുഡിൻ്റെ നാക്ക് എന്നൊക്കെ പറയും. ഇത് കണവനാക്കിന് കണവ ഫിഷില്ലേ, കണവ ഫിഷിൻ്റെ ഉള്ളിലുള്ള ഒരു കാൽസ്യത്തിൻ്റെ കലവറയാണിത്. അപ്പോൾ ഇത് അതിൻ്റെ ഫിഷിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സംഭവമാണ്. ഇത് കടൽ നാക്കും എന്നൊക്കെ പലയിടത്തും പറയാറുണ്ട്. ഇത് ഫിഷിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് പെറ്റ് ഷോപ്പിൽ മെയിനായിട്ട് കിട്ടണത്. ഇതിപ്പോൾ വലിയ കണവേൻ്റെ നാക്കാണ്. ഇപ്പോൾ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഉണങ്ങി കഴിയുമ്പോൾ ഇത് നിസ്സാരമായിട്ട് ഇതിങ്ങനെ പൊടിഞ്ഞ് കിട്ടും. നല്ല പപ്പടം പൊടിയും പോലെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. അതിനാണ് ഞാനിപ്പോൾ ഒടിച്ചെടുക്കുകയാണ്. ഇതിന് പെറ്റ് ഷോപ്പിൽ എന്താണെങ്കിലും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ചില ആയുർവേദ കടകളിൽ ഉണ്ടാകും എന്ന് പറയുന്നത് എനിക്കറിയില്ല. പെറ്റ് ഷോപ്പിൽ എന്താണെങ്കിലും ഇത് ഉണ്ടാകാറുണ്ട്. നമുക്ക് പാക്കറ്റായിട്ട് 3-4 ഒരു പാക്കറ്റിലായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇത് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബേഡ്സിനാണ്. ചെറിയ ബേഡ്സ് മുതൽ വില കൂടിയ ഹൈബ്രിഡ് ബേഡ്സിന് വരെ ഉപയോഗിക്കുന്ന ഒന്നാണ്. അവർ സ്ഥിരമായിട്ട് ബേഡ്സിന് കൊടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത്. ഇന്ന് നമ്മൾ കോഴിക്കാണ് ഇതെടുക്കുന്നത്. നമ്മളിത് കാൽസ്യം സപ്ലിമെൻറ്റിനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ കോഴിക്കുള്ള ഫുഡ് റെഡിയാക്കുവാണ്. ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. അത് തേങ്ങാപ്പിണ്ണാക്ക് മിക്സ് ചെയ്യാൻ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം പുളിച്ചതാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് ഒന്ന് കുതിർത്തി എടുക്കണേ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മുടെ ചോളം നുറുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ആദ്യം പൊടിച്ചെടുത്ത കണവനാക്കിൻ്റെ പൊടിയാണ്. ഈ കണവനാക്കിൻ്റെ പൊടിയും കൂടി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് നമ്മുടെ മിക്സ് ചെയ്യാൻ ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നതും കഞ്ഞിവെള്ളം തന്നെയാണ്. കഞ്ഞിവെള്ളം ശരിക്കും നമുക്ക് ഈ ചൂട് സമയത്ത് ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി, കോഴിക്ക് ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഞ്ഞിവെള്ളം ഫ്രഷ് കഞ്ഞിവെള്ളമല്ല, ഒന്ന് ചെറുതായിട്ട് പുളിച്ച കഞ്ഞിവെള്ളം കോഴികൾക്ക് നമുക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചൂടിനെ ഒരുപാട് പ്രതിരോധിക്കാൻ പറ്റും. അവരുടെ ശരീരത്തിലുള്ള ചൂടിനെ തടഞ്ഞു നിർത്താനും ചൂടിൽ നിന്ന് റിലീഫാകാനും കഞ്ഞിവെള്ളം ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് കഞ്ഞിവെള്ളം ഞാൻ മെയിനായിട്ട് ഒഴിക്കുന്നത്. നമ്മൾ കഞ്ഞിവെള്ളം ഫുഡിലും മാത്രം ഒഴിക്കണമെന്നില്ല. കഞ്ഞിവെള്ളം നമുക്കിപ്പോൾ തലേന്നത്തെ കഞ്ഞിവെള്ളമൊക്കെ ആണെങ്കിലും രാവിലെ എടുത്തിട്ട് അത് നമുക്ക് നേർപ്പിച്ചിട്ട്, വെള്ളം അതേപടി കഞ്ഞിവെള്ളം ഒഴിച്ചുകൊണ്ട് കൊടുക്കരുത്. നേർപ്പിച്ചിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്ന വെള്ളത്തിന് പകരമായിട്ട് ഉച്ച സമയത്തേക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അതായത് ചൂട് സമയത്ത് ഒരുപാട് പേർക്ക് നഷ്ടപ്പെടുന്നുണ്ട്, ചത്തു പോകുന്നുണ്ട്, തളച്ചു പോകുന്നുണ്ട്, പെട്ടെന്ന് ചത്തു പോകണം. അങ്ങനെയുള്ള ഇതിനൊക്കെ മാറാനും അവരുടെ ശരീരത്തിൽ കോഴികൾക്ക് ചൂടിൽ നിന്ന് റിലീഫാകാനും വേണ്ടി ഏറ്റവും നല്ല ഡ്രിങ്കിൽപ്പെട്ട ഒന്നാണ് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കോഴികൾക്ക് നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം മിക്കൊരു വീട്ടിലുണ്ടാവും. മിക്കവിടുന്നല്ല, എല്ലാ വീട്ടിലും കഞ്ഞിവെള്ളം ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊന്ന് കോഴിക്ക് കൊടുക്കുക. അപ്പോൾ ചൂടിൽ നിന്നൊക്കെ അവർ റിലീഫാകും. അപ്പോൾ ഫുഡിലും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഫുഡിൽ ലെയർ മാഷും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ലെയർ മാഷ് എന്ന് വെച്ചാൽ കോഴികൾക്ക് വേണ്ട എല്ലാവിധ പ്രോട്ടീനും അയണും കാൽസ്യവും എല്ലാം അടങ്ങിയ ഫുഡാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഫുഡിൻ്റെ കൂടെ ഞാൻ ഇവർക്ക് ലെയർ മാഷ് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡിന് എന്ത് ഫുഡാണോ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ലെയർ മാഷ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും, ലെയർ മാഷ് ഓൾറെഡി നമുക്കത് അത്രയും കൂടുതൽ ചിലവാകത്തുമില്ല. എന്നാൽ ലെയർ മാഷ് എല്ലാ കോഴികൾക്കും കിട്ടുകയും ചെയ്യും.
അതുകൊണ്ടാണ് ലെയർ മാഷ് ഇങ്ങനെ ഫുഡിനോട് മിക്സ് ചെയ്ത് രാവിലെ ഫുള്ളായിട്ട് ലെയർ മാഷ് തന്നെയാണ് കൊടുക്കുന്നത്. വൈകുന്നേരം ഇതുപോലെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ഉച്ച സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇലകൾ അടിക്കും ചിലപ്പോൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അങ്ങനെ പല രീതിയിലാണ് ഫുഡ് കൊടുക്കുന്നത്. ഇപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവ് മൂലം നമ്മുടെ കോഴികൾക്ക് ഉണ്ടാവുന്ന തളർച്ച, ക്ഷീണം അത് മാറിക്കിട്ടും. പിന്നെ അവർക്ക് കോഴികൾക്ക് കോഴികളുണ്ടാവുമല്ലോ. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, രോമം കൊഴിച്ചിൽ എന്ത് ചെയ്യണം, അതായത് ഈ തൂവൽ കൊഴിഞ്ഞു പോണതിന് ഏറ്റവും നല്ലൊരു ഇതാണ് കണവനാക്കാണ്. കണവനാക്ക്, മുട്ടത്തൊണ്ട്, അതുപോലെ നമ്മുടെ കക്കൻ്റെ തൊണ്ട്, ഇത്തിലി, അതും ഒക്കെ നല്ല ഉണക്കി പൊടിച്ച് കോഴികൾക്ക് നമ്മൾ ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുട്ടയൊക്കെ ഉണ്ടാകുന്ന പന്നിമുട്ട ഇടൂലേ, പന്നിമുട്ട ഇടുന്നതിനും ഏറ്റവും നല്ലത് കാൽസ്യക്കുറവ് കൊണ്ട് തന്നെയാണ് നമുക്ക് പന്നിമുട്ട കൂടുതലും വന്നത്. അപ്പോൾ പന്നിമുട്ട ഇടാതിരിക്കാനും മുട്ടത്തോടിന് കട്ടി ഉണ്ടാവാനും കണവനാക്ക് നല്ലതാണ്. അതുപോലെ പിന്നെ വരുന്നത് കൊത്തുപിടുത്തം, പരസ്പരം കൊത്തുപിടുത്തം ഉണ്ടാവാതിരിക്കാനും കാൽസ്യക്കുറവ് മൂലം ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളാണ് കൊത്തുപിടുത്തം, അതുപോലെ മുട്ട കുത്തി കുടിക്കൽ, മുട്ടത്തോടിന് കട്ടി കുറവ്, പിന്നെ തൂവൽ കൊഴിച്ചിൽ, അങ്ങനെയുള്ള ഇതൊക്കെ കാൽസ്യക്കുറവ് മൂലം വരുന്നതാണ്. പിന്നെ പൊതുവേ തളർച്ച, ക്ഷീണം പോലെയുള്ള ഇതൊക്കെ കാണിക്കും. അങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് കാൽസ്യം സപ്ലിമെൻറ്റ് വാങ്ങിച്ച് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. മുട്ടത്തൊണ്ട് ഉണക്കിപ്പൊടിച്ചതോ അല്ലെങ്കിൽ കക്കാത്തോട് ഇത്തിരി ഉണക്കിപ്പൊടിച്ചതോ അല്ലെങ്കിൽ കണവനാക്ക് ഉണക്കിപ്പൊടിച്ചതോ എന്തെങ്കിലും ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുന്നത് കിളികൾക്കാണ്. കിളികൾക്ക് സ്ഥിരമായിട്ട് അവർ കൊടുക്കുന്നതാണ്. കിളികൾക്ക് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം 2-3 ഇതുപോലെ മുട്ട ബ്രീഡിങ് സെറ്റിന് മെയിനായിട്ട് കൊടുക്കുന്നത് അവർക്ക് ഏറ്റവും നല്ല ബ്രീഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് കോഴി കൊടുത്താലും കോഴികൾ നല്ല മുട്ടയിട്ട് അത് നമുക്ക് വിരിയിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നുപോലും നഷ്ടപ്പെടില്ല. എല്ലാ മുട്ടയും നമുക്ക് വിരിഞ്ഞ് കിട്ടും. നല്ല പൂവനും പെടയും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ മുട്ടേൻ്റെ കാൽസ്യക്കുറവ് മൂലമോ ഒന്നും നമുക്ക് മുട്ട കുഞ്ഞ് വിരിഞ്ഞ് കിട്ടാതെ വരില്ല. പലർക്കും ഈ മുട്ട വെച്ചിട്ട് ചിലപ്പോൾ 11 മുട്ട അല്ലെങ്കിൽ 15 മുട്ടയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ 5-6 മുട്ടയൊക്കെ വിരിഞ്ഞ് കിട്ടുന്നത്. അതൊക്കെ ശരിക്കും മുട്ടയിലുണ്ടാവുന്ന കാൽസ്യക്കുറവ് മൂലമൊക്കെ നമുക്ക് മുട്ട വിരിഞ്ഞ് കിട്ടാതെയൊക്കെ വരാം. അപ്പോൾ ഇതുപോലുള്ള ഫുഡ് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ മുട്ടകളും നമ്മൾ അട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിരിഞ്ഞ് കിട്ടും. ഒന്നുപോലും നഷ്ടപ്പെടാറില്ല. ഞങ്ങൾക്ക് ഒന്നുപോലും നഷ്ടപ്പെടാം, വളരെ ചുരുക്കം മാത്രമേ. ചിലപ്പോൾ 30-40 മുട്ടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ 5-6 മുട്ടയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ഫുഡുകൾ കൊടുക്കുക. കൂടുതൽ ഫുഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല നല്ല മുട്ട കിട്ടുകയുള്ളൂ. മുട്ടയിൽ നല്ല കാൽസ്യമുള്ള നല്ല മുട്ട കിട്ടുകയുള്ളൂ. കാൽസ്യം സപ്ലിമെൻറ്റ് തന്നെയല്ല നമുക്ക് കൊടുക്കേണ്ടത്. ഇതുപോലെ ഫുഡുകൾ നമ്മൾ കോഴികൾക്ക് കൊടുക്കുമ്പോൾ ഫുഡിൽ ഉൾപ്പെടുത്തി കൊടുക്കുക. ഇത് നമുക്ക് കണവനാക്ക് എന്തായാലും പെറ്റ് ഷോപ്പുകളിൽ കിട്ടും. പെറ്റ് ഷോപ്പുകൾ ഒട്ടുമിക്ക എല്ലാ പെറ്റ് ഷോപ്പുകളിലും ഉണ്ടാവും. അവർ പാക്കറ്റിലാണ് കൊടുക്കുന്നത്. 2-3 കണവനാക്കും അനുസരിച്ചാണ് അവർ കൊടുക്കുന്നത്. തൂക്കി 100 ഗ്രാം 150 ഗ്രാം അങ്ങനെ തൂക്കിയാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പെറ്റ് ഷോപ്പിൽ ചെന്ന് തിരക്കാമെങ്കിൽ നമുക്ക് സാധനം കിട്ടുമായിരിക്കും. പിന്നെ ബേഡ്സ് വളർത്തുന്ന വീടുകളിൽ എന്താണെങ്കിലും കണവനാക്ക് ഉണ്ടാവും. അവർ ലവ് ബേഡ്സിനാണെങ്കിലും പാരറ്റ്സിനാണെങ്കിലും കൊക്കോട്ടോ അങ്ങനെ എല്ലാത്തരം കൂടിയ ബേഡ്സിനും കുറഞ്ഞ ബേഡ്സിനും എല്ലാത്തിനും ഫിഞ്ചേഴ്സ് ഉൾപ്പെടെ എല്ലാ ബേഡ്സിനും കൊടുക്കാൻ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ പ്രാവിനൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ്. അതായത് അവർക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടിയാണ്. സ്ഥിരമായിട്ട് ഇത് കൂട്ടിൽ കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് ബേഡ്സിന് പൊടിച്ചല്ല കൊടുക്കുന്നത്. ബേഡ്സിന് നേരെ ഒരു കഷ്ണം അവർക്ക് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബേഡ്സ് കൊത്തി കഴിച്ചോളും, ഫുള്ളായിട്ട് കഴിക്കും. അപ്പോൾ ബേഡ്സ് അവർ നല്ലൊരു പെയറാണെങ്കിൽ അവർക്ക് ഒറ്റ മുട്ടയും പോകാതെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടും അവർക്ക്. അതുകൊണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ബേഡ്സിന് കൊടുക്കുന്നത്. അതുപോലെ ബേഡ്സിൻ്റെ ചുണ്ടിനും എല്ലുകൾക്കും നല്ല ബലം കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലുള്ള കാൽസ്യം സപ്ലിമെൻറ്റിന് പകരമായിട്ട് എല്ലാവരും കണവനാക്ക് കൊടുക്കുന്നത്. നമ്മുടെ കോഴിക്കും വളരെ നല്ലതാണ്. ഇപ്പോൾ ബേഡ്സിന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കോഴികൾക്കും നമ്മൾ ഇത് കൊടുക്കാറുണ്ട്. നമ്മുടെ ഷോപ്പിലൊക്കെ ഇത് വിൽക്കാനും ഉണ്ട്. ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത്. കോഴിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് നമ്മൾ ഇത് കൊടുത്തിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എവിടേക്ക് അടുത്തുള്ള പെറ്റ് ഷോപ്പിലൊക്കെ തിരക്കി വാങ്ങിക്കാൻ കിട്ടുന്നവർ വാങ്ങിച്ച് ഇതുപോലെ പൊടിച്ച് ഫുഡിൻ്റെ കൂടെ കൊടുക്കുക. എന്ത് ഫുഡിൻ്റെ കൂടെ കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ കൊടുക്കുന്ന എന്ത് ഫുഡാണോ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.